നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഗ്രീൻ പീസ് എഗ് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേകാൻ എടുക്കുന്ന സമയത്ത് നമുക്കിതിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലോട്ട് കറിവേപ്പില, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാള എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. അതിലെ വെള്ളമൊക്കെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 2 കോഴിമുട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 2 കോഴിമുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഗ്രീൻ പീസിലോട്ടും മസാലയിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കോഴിമുട്ടയൊക്കെ ഗ്രീൻ പീസിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം സവാളയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ പോയാൽ ഇത് ട്രൈ ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഗ്രീൻ പീസും കാടമുട്ടയും. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്